അമ്മ സംഘടന വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സംഘടനയിൽ ഇപ്പോഴുള്ളതെല്ലാം വനിതാ നേതൃത്വമാണ്. ഈ വനിതകൾ നേതൃത്വത്തിലേക്ക് വന്ന സമയത്ത് എല്ലാവർക്കും സന്തോഷമാണ് ഉണ്ടായത്. കാരണം ഇത്രയും വർഷങ്ങൾ പുരുഷന്മാർ ഭരിച്ച ഒരിടത്തേക്കാണ് വനിതകൾ വന്നത്. ശ്വേതാ മേനോനാണ് ഇതിലെ ഏറ്റവും നേതൃത്വ പാഠവത്തോടെ മുന്നോട്ട് വന്നത്. എന്നാൽ ഇതെല്ലാം വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഇല്ലാതാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാരണം ശ്വേതയൊക്കെ ശരിക്കും പറഞ്ഞാൽ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറി ഓടുന്നൊരു കാഴ്ചയാണ്. എന്നാൽ ഈ സംഭവത്തിന് ശേഷം ഏകദേശം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്റെ രാജിയല്ല, ഇനി ഞാൻ രാജിവെക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്വേതാ മേനോൻ പിന്നെയും തിരിച്ചു വന്നു. ഇത് രാജിയല്ല എന്നും താൻ തന്നെയാണ് പ്രസിഡന്റ് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ അന്ന് ഈ അമ്മ അമ്മയുടെ ഈ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ചോദ്യങ്ങളൊന്നും നേരിടാനാവാത്തൊരവസ്ഥയിലായിരുന്നു ഇവരെല്ലാവരും. ആ സമയത്ത് അതിനുശേഷം ഈ പ്രിയങ്ക എന്ന് പറയുന്ന താരം, അതായത് ഇതിന് മുൻപ് സീരിയലുകളിലും സിനിമയിലും ഒക്കെ സജീവമായിരുന്ന ഒരു താരമാണ് പ്രിയങ്ക അമ്മയിലെ ടിനി ടോമിനെ ആണെങ്കിലും മറ്റു ഭാരവാഹികളെ ആണെങ്കിലും ദിലീപിനെ ആണെങ്കിലും അങ്ങനെ എല്ലാവരെയും സംരക്ഷിച്ചു പിടിക്കുന്ന ഒരു പ്രകൃതമാണ് പ്രിയങ്കയുടേത്. ഈ ടിനി ടോം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിയിക്കൂ, ശ്വേതാ മേനോൻ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തെളിയിക്കൂ, അത് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെയാണ് പ്രിയങ്ക പറയുന്നത്. പ്രിയങ്കയുടെ ഒരു കാര്യം അല്ലെങ്കിൽ സംസാര രീതിയെക്കുറിച്ച് ഈ ഭാഗ്യലക്ഷ്മി ഇപ്പോൾ പറയുന്ന ഒരു രസകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. ആ നടിയുടെ പേര്, പ്രിയങ്കയുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, എന്നാൽ അതിൽ പറയുന്നത് ഉദ്ദേശിക്കുന്നത് പ്രിയങ്ക തന്നെയാണ്. കാരണം ഞാനിപ്പോൾ ഒരാളോട് ഒരു കാര്യം പറയുകയാണ്, ഇയാൾ എന്നോട് മോശമായി പെരുമാറി അല്ലെങ്കിൽ ഇന്ന ആൾ എന്നോട് മോശമായി പെരുമാറി എന്ന് പറയുമ്പോൾ ഇല്ല, അയാൾ അങ്ങനെ ചെയ്യില്ല എന്നാണ് പ്രിയങ്ക പറയുന്നത്. എന്നാൽ പ്രിയങ്കയോട് എങ്ങനെയാണ് എന്ന പോലെ ആയിരിക്കില്ല ആ താരം എന്നോട്, ഭാഗ്യലക്ഷ്മിയോട് ഒരു വിധത്തിലും പ്രിയങ്കയോട് മറ്റൊരു വിധത്തിലായിരിക്കും ഈ താരം പെരുമാറിയിട്ടുണ്ടാവുക. അതല്ല അവിടെ കണക്കിലെടുത്തുകൊണ്ടിരിക്കുന്നത്. ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട്, പ്രിയങ്കയോട് ചിലപ്പോൾ മാന്യമായി പെരുമാറിയ ഒരാളായിരിക്കാം അല്ലെങ്കിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം. അയാൾ എന്നോട് പെരുമാറുന്നത് നല്ല രീതിയിലായിരിക്കണമെന്നില്ല, എന്റെ അനുഭവം നല്ല രീതിയിലായിരിക്കണമെന്നില്ല. അതുകൊണ്ട് പ്രിയങ്കയ്ക്ക് എന്ത് ചെയ്യാം? ആ സമയത്ത് പ്രിയങ്കയ്ക്ക് പറയാം, എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ഒരു അനുഭവമില്ല, എനിക്കതിനെപ്പറ്റി അറിയില്ല എന്ന് പറയാം. അതിനു പകരം ഇല്ല എന്ന് പറഞ്ഞ് അയാളെ ഈ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നറിയാത്ത ആളെ പോലും സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ്. അത് ശരിയല്ല എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. അതേസമയം ശ്വേതാ മേനോന്റെ പവർ ഗ്രൂപ്പ് പ്രസ്താവനയ്ക്കെതിരെ പരിഹാസവുമായി ഭാഗ്യലക്ഷ്മി രംഗത്തെത്തിയിരുന്നു. അമ്മ സംഘടനയിലും മലയാള സിനിമയിലും പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അവർക്കെതിരെ പോരാടി എന്നതാണ് തന്റെ വിജയമെന്നും ശ്വേത പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് പരിഹാസവുമായി ഭാഗ്യലക്ഷ്മി എത്തിയത്. അന്ന് ആ പെൺകുട്ടിയുടെ വിഷയം വന്നപ്പോൾ ശ്വേത എവിടെയായിരുന്നു എന്നും ആ പെൺകുട്ടിയെ കാണാനോ സംസാരിക്കാനോ ശ്വേത ശ്രമിച്ചിരുന്നു എന്നും ഭാഗ്യലക്ഷ്മി ചോദിച്ചു. ശ്വേതയ്ക്ക് സംഘടന നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ലെന്നും ഭാഗ്യലക്ഷ്മി പരിഹസിച്ചു. അയ്യോ, ഞങ്ങൾക്കറിയില്ലായിരുന്നു, പക്ഷെ അന്ന് ആ പെൺകുട്ടിയുടെ വിഷയം വന്നപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഒരിക്കൽ പോലും അവളെ ഒന്ന് കാണുകയോ വിളിക്കുകയോ ചെയ്തോ? എന്നിട്ട് നിങ്ങൾ പറയുന്നു അവിടെ സ്ത്രീകൾക്ക് ശബ്ദമില്ലെന്ന്. നിങ്ങൾ പോലും സ്ത്രീകളോടൊപ്പമല്ല. ഏതാണ് ഈ പവർ ഗ്രൂപ്പ്? നിങ്ങൾക്ക് സംഘടന നടത്തിക്കൊണ്ടു പോകാൻ അറിയില്ലെന്ന് പറയൂ. ആരെയൊക്കെയോ പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്ന ഒരു പാവ. ശ്രീമതി ശ്വേതാ മേനോൻ, വീണ്ടും പരിഹസിക്കപ്പെടുകയാണ് നിങ്ങൾ. പവർ ഗ്രൂപ്പിന്റെ ഭാഗം തന്നെയാണ് നിങ്ങളും. അവൾ ആക്രമിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? അന്നും നിങ്ങൾ ആ സംഘടനയിൽ ഉണ്ടായിരുന്നല്ലോ. അവളെ ഒന്ന് പോയി കണ്ടോ? വിളിച്ചോ? അവൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ നിങ്ങളുടെ നിഴൽ പോലും കേരളം കണ്ടില്ല. എന്നും കംഫോർട്ട് സോണിൽ നിന്നുകൊണ്ട് ആസ്വദിക്കുകയായിരുന്നില്ലേ? ഈ കാലയളവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടാകാം എന്നു കരുതിയാണ് സ്ത്രീകൾ അമ്മയെ നയിക്കാൻ മുന്നോട്ട് വരട്ടെ എന്ന് ഞാനും നിങ്ങളുടെ അംഗങ്ങളിൽ പലരോടും വോട്ട് ചെയ്യാൻ പറഞ്ഞതാ. പാലം കടക്കുവോളം നാരായണ, കടന്നു കഴിഞ്ഞാൽ കൂരായണ പോകില്ലേ? പോയവരെ തിരികെ കൊണ്ടുവരും, അതിജീവിതയുമായി സംസാരിക്കും എന്നൊക്കെ ഘോര വാചകമടിച്ച് നിങ്ങൾ പിന്നീട് ഏട്ടനെ കെട്ടിപ്പിടിക്കുന്ന കാഴ്ച മാത്രമേ കണ്ടുള്ളൂ. അവരാണ് അതിന്റെ താഴെ ഒരാൾ കമന്റ് ഇട്ടിരിക്കുക, അവനെ തല്ലിയില്ലേ, ഇവർക്ക് ഇങ്ങനെ തന്നെ വേണം. ഞാൻ പെട്ടെന്ന് അത് വായിച്ച് ഉറക്കെ ചിരിച്ചുപോയി. എന്തത്, എന്തിനാണ് ഒരു കമന്റ്, എന്ത് കമന്റ് പറയുന്നത്? ഒരു അപ്പൊ നമ്മൾ പൊതുവെ ഒന്ന് ബാക്ക് ഔട്ട് ചെയ്യല്ലോ. ഇപ്പൊ ന്യൂസ് അവറിൽ നമ്മൾ ഇരുന്ന് സംസാരിക്കുകയാണെന്നിരിക്കട്ടെ, ആ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ഒരു അഭിപ്രായം മാത്രം എടുത്തിട്ട് അതിനൊരു തോന്നുന്ന ഒരു ഹെഡിങ്ങും കൊടുത്തിട്ട് ഇടും.
മാനസികമായിട്ട് വിചാരിച്ചു വേണ്ട, പറഞ്ഞിട്ട് കാര്യമില്ല, മിണ്ടാതിരിക്കാം. പക്ഷെ മിണ്ടാതിരിക്കുന്നത് നല്ലതല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊരിക്കലും ഒരു നല്ല പ്രവണതയല്ല. ഈ സൈലൻസ് പലപ്പോഴും പലർക്കും അവരുടെ ആയുധമായിട്ട് എടുക്കുകയാണ്, അവസരവുമാക്കും. നമ്മൾ പണ്ടൊക്കെ പറയും മൗനം വിദ്വാനുഭൂഷണം എന്ന് പറഞ്ഞാൽ, പക്ഷെ ഇന്നത്തെ സൊസൈറ്റിക്ക് മൗനം വിദ്വാനുഭൂഷണമല്ല, നമ്മൾ സംസാരിക്കുക തന്നെ വേണം. അതുകൊണ്ട് ഞാൻ വിചാരിക്കും ഓക്കെ, ആവശ്യമുള്ള സമയത്ത് ഞാൻ ഇറങ്ങും, ഞാൻ അങ്ങനെ പേടിച്ചു കൊണ്ടാതിരിക്കുന്നില്ല. ഇത് ചെറിയൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാം, എന്നാലും കുറെ നാളായിട്ട് നമ്മൾ ചേച്ചിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അറ്റയറിൽ, അതായത് മുടിയെ കഴിച്ചിട്ട് കറക്റ്റ് ഇതേ സ്പെക്ക്, എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് ഇതേ സ്പെക്ക് തന്നെ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. ഈ കരിമണി മാലയും കാണാം. എന്താ ഒരു മേക്ക് ഓവറിനെ പറ്റി ചേച്ചി ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല? മേക്ക് ഓവർ എനിക്ക് ചേരില്ല. അതാ ഞാൻ എന്നെ ഏറ്റവും അധികം ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഒരു ടൈം വരെ ഈവൻ ഞാൻ ലിപ്സ്റ്റിക് പോലും ഇടില്ലായിരുന്നു. കണ്ണിപ്പോഴും എഴുതില്ല, ജനിച്ചിട്ട് ഇന്ന് വരെ കണ്ണ് എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിക്കും അത് എനിക്ക് എന്തോ ഒരു ചേരായിക പോലെ ഉണ്ട്. ഇങ്ങനെ ശീലമായി. എന്നെ ഒരിക്കലും ഒന്നും മാറ്റാൻ പറ്റില്ല എനിക്ക്. എൻ്റെ സ്വഭാവമോ എൻ്റെ ഡ്രസ്സിങ് രീതിയോ ഒന്നും എനിക്ക് മാറ്റാൻ പറ്റില്ല. ആർക്ക് വേണ്ടിയും മാറ്റാൻ പറ്റില്ല, എനിക്ക് വേണ്ടിയും മാറ്റാം. ഞാൻ ഇങ്ങനെയാണ്, എപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ്. അത് നല്ലതോ ചീത്തോ എനിക്കറിയില്ല. അതാണ് സുന്ദരി. പക്ഷേ എപ്പോഴും ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ചേച്ചി. ഇപ്പൊ ഇന്റർവ്യൂസിലാണെങ്കിലും ഓഫ്കോഴ്സ് ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആകുമ്പോൾ ഉച്ചാരണം അടിപൊളിയായിരിക്കും. പക്ഷെ എപ്പോഴും ഈ തമിഴ്നാട്ടിലൊക്കെ അല്ലേ ഇപ്പൊ ജനിച്ചും വളർന്നതും ഒക്കെ അവിടുത്തെ ഒരു സ്കൂളിംഗ് ആണ് കിട്ടിയാക്കുന്നത്. അപ്പൊ എങ്ങനെ ഇത്രയും മലയാളം കറക്റ്റായിട്ട് ഇത്രയും പ്രൊനൗൺസിയേഷൻ ഇത്രയും വ്യക്തമാകുന്നതൊക്കെ എങ്ങനെയാ? അതിന്റെ ഒരു ഓറിയന്റേഷൻ സംഭവിക്കുന്നത് എങ്ങനെയാ? സിനിമ ചെയ്തിട്ടാണ്. സിനിമകൾ ചെയ്യും തോറും പലരും വന്ന് നമ്മളെ പഠിപ്പിക്കുമല്ലോ. പണ്ടൊക്കെ സേതുമാധവൻ സാറിന്റെ സിനിമ, വിൻസെന്റ് മാഷിന്റെ സിനിമ, ശ്രീകുമാരൻ നമ്പി സാറിന്റെ സിനിമ, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ ലെജൻസിന്റെ സിനിമകൾ ചെയ്യുമ്പോൾ അവർ നമ്മുടെ ഭാഷയെ ഇങ്ങനെ ശുദ്ധമാക്കിക്കൊണ്ടേയിരിക്കും. ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, വിൻസെന്റ് മാഷിന്റെ സിനിമ ഡബ് ചെയ്യുമ്പോൾ വിൻസെന്റ് മാഷെ എനിക്ക് വോയിസ് ക്ലിയർ ചെയ്യാനുള്ള ടിപ്സൊക്കെ പറഞ്ഞുതരും. പണ്ട് എൻ്റെ വോയിസ് ഭയങ്കര ഒരു അടഞ്ഞ ശബ്ദമായിരുന്നു. അപ്പോൾ വിൻസെന്റ് മാഷാണ് പറഞ്ഞത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്ന്. അതുപോലെ പിന്നെ ശ്രീകുമാരൻ നമ്പി സാറ് എങ്ങനെ മലയാളം ഉച്ചരിക്കേണ്ടത് എന്ന്, സേതുമാധവൻ സാറ്, ഇങ്ങനെ കുറേ പേര് പറഞ്ഞു തന്ന്. പക്ഷെ അന്നൊക്കെ മെഡ്രാസിലായിരുന്നു. എന്നാലും ആ സമയത്ത് അത് പറയും എന്നല്ലാതെ എനിക്ക് തമിഴ് സ്കൂളിൽ പഠിച്ചത് കൊണ്ട് തമിഴായിരുന്നു കുറച്ചുകൂടി അക്ഷരശുദ്ധിയോടുകൂടി സംസാരിക്കുന്ന തമിഴ്. അതിപ്പോഴും ഞാൻ സംസാരിക്കും. പക്ഷെ കേരളത്തിലേക്ക് വന്നപ്പോൾ ആണ് ശരിക്കും മലയാളം വായന തുടങ്ങിയത്.